നമസ്കാരം, ഏവർക്കും ലേൺ സിഒ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മാത്സ് ആണ്. അപ്പോൾ മാത്സിന്റെ ആദ്യത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ആദ്യമായി നമുക്ക് നമ്മുടെ ടോപ്പിക്സ് എക്സാമിന് വരുന്ന ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രധാന ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി രണ്ട് ഭാഗങ്ങളായി മാത്സിനെ അല്ലെങ്കിൽ കണക്കിനെ തരംതിരിച്ചിരിക്കുന്നു. ആദ്യമായി സിമ്പിൾ അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലഘുഗണിതത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട്? സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ, പ്രോഗ്രഷനുകൾ. ഇത്രയും കാര്യങ്ങളാണ് ലഘുഗണിതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാനസിക ശേഷിയിൽ 13 ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു സ്കോർ മാത്സിൽ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ സിലബസ് ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ സിലബസ് എല്ലാവർക്കും സിലബസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന ആദ്യത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമാണ്. ഓക്കെ, നമുക്ക് ഓർഡറിൽ തന്നെ പോവാം. ഇതിനകത്ത് ചില ടേംസുകൾ അല്ലെങ്കിൽ ചില വാക്കുകൾ നിങ്ങൾക്ക് അത്ര പരിചിതമായിരിക്കത്തില്ല. പ്രോഗ്രഷനുകൾ അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ടഫായിട്ടുള്ള പോർഷൻസ് ചിലതുണ്ട്. അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഇട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഈ എല്ലാ ടോപ്പിക്കുകളും. ഓക്കെ, അപ്പം കൃത്യമായി പഠിച്ചു പോവുക, പറയുന്ന കാര്യങ്ങൾ അന്നേരം തന്നെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്ത് ചെയ്യുക, എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക, നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ഓക്കെ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. അപ്പൊ നമ്മൾ സംഖ്യകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അനേകം തരത്തിലുള്ള സംഖ്യകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഉദാഹരണത്തിന് എണ്ണൽ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, പൂർണ്ണസംഖ്യകൾ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, അങ്ങനെ ഒരുപാട് സംഖ്യകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ സംഖ്യകൾ എന്ന് പറയുന്നത്? സംഖ്യകൾ അഥവാ നമ്പേഴ്സ്. സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താണ്? സംഖ്യകൾ എന്നത് കണക്കുകൾ പറയാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ്. ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ നമ്മുടെ കണക്കുകൾ, ദൈനംദിന ജീവിതത്തിലുള്ള കണക്കുകൾ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സംഖ്യകൾ എന്ന് വിളിക്കാം. സംഖ്യകൾ പലതരത്തിലുണ്ട്. നമ്മൾക്ക് ഒരുപാട് സംഖ്യകളെ പരിചയപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. എങ്കിലും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 4 സംഖ്യകൾ മാത്രമാണ്. ഏതൊക്കെയാണ്? എണ്ണൽ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ. ഓക്കെ, അപ്പൊ സംഖ്യകൾ നിരവധിയുണ്ട്, നമുക്ക് അതെല്ലാം പരിചയപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. എന്നാലേ നമ്മുടെ ടോപ്പിക്കായിട്ടുള്ള സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ടോപ്പിക് എന്താവത്തുള്ളൂ, കവർ ആവത്തുള്ളൂ. എങ്കിലും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യത്തെ 4 സംഖ്യകളാണ്. ആദ്യത്തെ പ്രധാന 4 സംഖ്യകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? എണ്ണൽ സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ. ആദ്യത്തേത് എണ്ണൽ സംഖ്യകളാണ്. അപ്പൊ എണ്ണൽ സംഖ്യകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ എന്താണെന്ന് അല്ലെ. എണ്ണൽ സംഖ്യകൾ എന്നാൽ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെ. എണ്ണൽ സംഖ്യകൾ എന്നാൽ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? കൗണ്ടിങ് നമ്പേഴ്സ് എന്നും പറയാം അല്ലെ. കൗണ്ടിങ്
numbers. Counting numbers എന്നും നമുക്ക് എന്തിനെ പറയാം? എണ്ണൽ സംഖ്യകളെ പറയാം. Counting numbers എന്നും എണ്ണൽ സംഖ്യകളെ പറയാം. Natural numbers അല്ലെങ്കിൽ counting numbers എന്താണ്? എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ. നമ്മൾ സാധാരണ എണ്ണാൻ ഉപയോഗിക്കുന്ന ഏതൊക്കെ സംഖ്യകളാണ്? 1, 2, 3, 4 അങ്ങനെ കിടക്കുന്ന സംഖ്യകളാണ് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പം എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ, അവയെ നമുക്ക് എന്തെന്ന് പറയാം? എണ്ണൽ സംഖ്യകൾ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്. എണ്ണാൻ ഉപയോഗിക്കുക, എണ്ണുക, കൗണ്ടിങ്. സോ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പം എണ്ണാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് അവയെ കൗണ്ടിങ് നമ്പേഴ്സ് എന്നും പറയാം. ഉദാഹരണം അല്ലെങ്കിൽ ഏതൊക്കെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ പോകുന്ന സംഖ്യകളെ നമുക്ക് എന്തെന്ന് പറയാം? എണ്ണൽ സംഖ്യകൾ എന്ന് പറയാം. അപ്പം എണ്ണൽ സംഖ്യകൾ എന്തെന്ന് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം എന്താണ്? രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യകളുടെ മറ്റൊരു പേര്, എണ്ണൽ സംഖ്യകളുടെ മറ്റൊരു പേരെന്താണ്? നിസ്സർഗ സംഖ്യകൾ. എണ്ണൽ സംഖ്യകളെ നമുക്ക് എന്തെന്നും പറയാം? നിസ്സർഗ സംഖ്യകൾ എന്നും വിളിക്കാം. എന്ത്? നിസ്സർഗ സംഖ്യകൾ. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നിസ്സർഗ സംഖ്യകൾ എന്നും എണ്ണൽ സംഖ്യകളെ നമുക്ക് വിളിക്കുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ നിസ്സർഗ സംഖ്യ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ നിസ്സർഗ സംഖ്യ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ? അതെ, തുടക്കം ഏതിലാണ്? 1-ലാണ് അല്ലേ? അപ്പം ഏറ്റവും ചെറിയ നിസ്സർഗ സംഖ്യ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 1-ആണ്. ഏറ്റവും ചെറിയ നിസ്സർഗ സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്നത് 1-ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ എന്തായിരിക്കും? ആർക്കെങ്കിലും ഒരു ഉത്തരമുണ്ടോ? ഏറ്റവും വലിയ എണ്ണൽ സംഖ്യയ്ക്ക് ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് നമുക്കൊരു ഉത്തരമില്ല. കാരണം എന്താണ്? ഏറ്റവും വലിയ എണ്ണൽ സംഖ്യകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അനന്തതയിലേക്ക് നീളുന്നതാണ് അല്ലേ? അങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഇൻഫിനിറ്റി അല്ലേ? ഇൻഫിനിറ്റിയെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? എണ്ണൽ സംഖ്യ, ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കറിയില്ല ഇതിന്റെ അവസാനം അല്ലേ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 1-ആണ്. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 1. ഏറ്റവും വലുത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് വിട്ടേക്കാം. ഏറ്റവും ചെറിയ നിസ്സർഗ സംഖ്യ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. എടുക്കല്ല, ആണ്. ഓക്കെ, ഇനി അടുത്തതായി വരികയാണെങ്കിൽ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക, അതായത് ആദ്യത്തെ, പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക, അതായത് തുടക്കം ആരിലായിരിക്കണം? 1-ലായിരിക്കണം. ഓക്കെ, ആദ്യത്തെ n എണ്ണൽ സംഖ്യ, n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണോ ഉള്ളത് അതിനെയാണ് n റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക. ഓക്കെ, അപ്പൊ 10 എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലെ? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക, ഇക്വേഷൻ എന്താണ് അല്ലെങ്കിൽ സമവാക്യം എന്താണ്? n × n+1/2. ഓക്കെ, n × n+1/2, n × n+1/2. അപ്പോ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? n, എത്ര എണ്ണമാണോ ഉള്ളത് അതിനെയാണ് n റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 10 × 10+1, 10+1 എന്ന് പറഞ്ഞാൽ 11/2. ഓക്കെ, 10 × 11/2, അതായത് 110/2. ഉത്തരം എത്ര ആയിരിക്കും? 55 ആയിരിക്കും ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1/2. ആ n റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? എത്ര എണ്ണമുണ്ടോ അതിനെയാണ് n റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക നമ്മൾ കണ്ടുപിടിക്കാനാണെങ്കിൽ 10 × n പകരം എന്തിട്ട് കൊടുക്കുക? 10. n+1, 10+1, 11/2. സോ 10 × 11/2, 55 ആയിരിക്കും ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂട്ടി നോക്കാം. 1 + 2 + 3 + 4 കൂട്ടി നോക്കിയാൽ എന്താണ് അവസാനം നമുക്ക് ഉത്തരമായി കിട്ടുന്നത് അല്ലെങ്കിൽ തുകയായി കിട്ടുന്നത് 55 ആണ്. ഓക്കെ, 55 ആണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യകളുടെ അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകളുടെ വ്യത്യാസം എത്രയായിരിക്കും? അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകളുടെ വ്യത്യാസം എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? 1, 2 അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകളാണ്. വ്യത്യാസം എത്രയാണ്? 1. 2, 3 വ്യത്യാസം എത്രയാണ്? 1 അല്ലേ? അപ്പൊ പൊതുവ്യത്യാസം അല്ലെങ്കിൽ എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് നമ്മൾ പറയാം അല്ലെ? പൊതുവ്യത്യാസം അടുത്തടുത്തുള്ള അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ്, ഓക്കെ, അടുത്തടുത്തുള്ള അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകളുടെ വ്യത്യാസം അഥവാ പൊതുവ്യത്യാസം എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. അതിനെയാണ് നമ്മൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എണ്ണൽ സംഖ്യകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ അതിനെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഉദാഹരണം 1, 2, 3, 4, 5 നിസർഗ സംഖ്യകൾ എന്ന് വിളിക്കുന്നു. ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ 1 ആണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 1 ആണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2. പേടിക്കണം, നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലംസ് ഒരുപാട് ചെയ്യും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ അടുത്തതായി അഖണ്ഡസംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ്. ഓക്കെ, അഖണ്ഡസംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ്. അഖണ്ഡസംഖ്യകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഇംഗ്ലീഷിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. ഹോൾ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നിസ്സർഗ സംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളോടൊപ്പം പൂജ്യം കൂടി ചേർത്ത് കഴിഞ്ഞാൽ, അതായത് 1, 2, 3, 4 എന്നിങ്ങനെ പറയുന്ന എണ്ണൽ സംഖ്യകൾ അവയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ തുടങ്ങുന്നത് എവിടെയാണ്? പൂജ്യത്തിലാണ് അല്ലെ? അപ്പൊ 0 കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പുതിയ സംഖ്യകളാണ് എന്തെന്ന് പറയുന്നത്? അതായത് പുതിയ സംഖ്യകളുടെ ഒരു കൂട്ടമാണ് എന്തെന്ന് പറയുന്നത്? അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അഖണ്ഡ സംഖ്യകൾ 0, 1, 2, 3, 4 അങ്ങനെ പോകുന്ന സംഖ്യകളെ നമുക്ക് എന്തെന്ന് പറയാം? അഖണ്ഡ സംഖ്യകൾ എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എത്രയാണ്? നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് 0 ആണ്. അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ഓക്കെ, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ അഖണ്ഡസംഖ്യയോ? അപ്പോ ഏറ്റവും വലിയ അഖണ്ഡസംഖ്യ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പറയാൻ സാധിക്കില്ല. കാരണം എന്താണ്? നീണ്ടു പോവുകയാണ്, അനന്തതയിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം? ഇൻഫിനിറ്റി ആണ് നമ്മുടെ ഏറ്റവും വലിയ അഖണ്ഡസംഖ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ഇവിടെ അഖണ്ഡസംഖ്യകൾ എന്താണെന്ന് മനസ്സിലായി. ഏറ്റവും ചെറിയ അഖണ്ഡസംഖ്യ എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. ഇനി അഖണ്ഡസംഖ്യകളുടെ പൊതുവ്യത്യാസം എത്രയാണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അഖണ്ഡസംഖ്യകളുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും അല്ലേ? അഖണ്ഡസംഖ്യകളുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. കാരണം എന്താണ്? 1 - 0 1, 2 - 1 1, 3 - 2 1. അപ്പം ഏത് അടുത്തടുത്തുള്ള ഏത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് ഓക്കെ, കോൺസിക്യൂട്ടീവ് എന്താണ് വേർഡ്? കോൺസിക്യൂട്ടീവ് ആണ്. അടുത്തടുത്തുള്ള, ഓക്കെ, അടുത്തടുത്തുള്ള എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോൺസിക്യൂട്ടീവ് എന്ന്. അപ്പം ഏത് കോൺസിക്യൂട്ടീവ് ഹോൾ നമ്പേഴ്സ് എടുത്താലും അല്ലെങ്കിൽ ഏത് കോൺസിക്യൂട്ടീവ് അഖണ്ഡ സംഖ്യകൾ എടുത്താലും അവരുടെ പൊതുവ്യത്യാസത്തെ നമ്മൾ സാധാരണയായി d എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. d എത്ര ആയിരിക്കും? 1 തന്നെയായിരിക്കും. പൊതുവ്യത്യാസം എടുത്താൽ 1 തന്നെയായിരിക്കും. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ആദ്യത്തെ n അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? ആദ്യത്തെ n അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആദ്യത്തെ n അഖണ്ഡസംഖ്യകൾ എന്ന് പറയുമ്പോൾ എവിടെ തുടങ്ങും? 0-ത്തിൽ തുടങ്ങും അല്ലേ? അപ്പൊ ആദ്യത്തെ n അഖണ്ഡസംഖ്യകൾക്ക് പകരം ഞാൻ ആദ്യത്തെ 5 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം എടുക്കാൻ പോവാം. 0 × 1 × 2 × 3 × 4 × 5.
സമയം എത്രയായിരിക്കും? ഒന്ന് പറഞ്ഞേ. ആദ്യത്തെ 5 അഖണ്ഡസംഖ്യകളുടെ ഇവിടെ ഇപ്പൊ ആദ്യത്തെ 6 എണ്ണം ആവും അല്ലെ? അപ്പൊ 0 മുതൽ 5 എന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 6 അഖണ്ഡസംഖ്യകളാവും. ആദ്യത്തെ 6 അഖണ്ഡസംഖ്യകളുടെ തുക എത്രയാണ്? ക്ലിയർലി അത് എത്രയാണ്? 0 ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം 0 × എത്ര നമ്മൾ ഗുണിച്ചാലും അവസാനം നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എത്ര ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ n അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. 0 ആയിരിക്കും. അപ്പൊ അഖണ്ഡസംഖ്യകൾ 0, 1, 2, 3, 4 ഇങ്ങനെ പോകുന്നതാണ് അഖണ്ഡസംഖ്യകൾ. ഏറ്റവും ചെറിയ അഖണ്ഡസംഖ്യ 0 ആണ്. വലുത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി എന്താണ്? ആദ്യത്തെ n അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം, തുകയല്ല പറയുന്നത്, ഗുണനഫലം 0 ആണ്. അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് അഖണ്ഡസംഖ്യകൾ, കോൺസിക്യൂട്ടീവ് ഹോൾ നമ്പേഴ്സിന്റെ എന്താണ്? ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. ഇനി ആദ്യത്തെ n അഖണ്ഡസംഖ്യകളുടെ തുക സമം n × n-1/2. n × n-1/2. മറ്റേ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എണ്ണൽ സംഖ്യകൾക്ക് എന്തായിരുന്നു? n × n+1/2 അല്ലെ? ഇവിടെ n × n-1/2. n × n-1/2. ആദ്യത്തെ 10 അഖണ്ഡസംഖ്യകളുടെ തുക. ആരൊക്കെയാണ് ആദ്യത്തെ 10 അഖണ്ഡസംഖ്യ? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ശരിയല്ലേ? ആദ്യത്തെ 10 അഖണ്ഡസംഖ്യകൾ ഏതൊക്കെയാണ്? 0 മുതൽ 9 വരെ. 0 അതിനകത്ത് എന്താണ്? ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 10 അഖണ്ഡസംഖ്യകൾ എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ ഇവരുടെ തുക നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് n × n-1/2 അല്ലേ? n × n-1/2. n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം, എത്ര അഖണ്ഡസംഖ്യകളുണ്ട്. ഇവിടെ എത്ര അഖണ്ഡസംഖ്യകളുണ്ട്? ഒരിക്കലും 9 എന്ന് എടുക്കരുത്. 9 എന്ന് പറഞ്ഞാൽ ആ 10 എണ്ണത്തിലെ ലാസ്റ്റ് അവസാനത്തെ ആളാണ് 9. ആദ്യത്തെ ഇത് എത്ര എണ്ണം, ടോട്ടൽ എത്ര എണ്ണമാണുള്ളത്? 10 എണ്ണമാണുള്ളത്. അപ്പൊ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക 10 × n-1, 10 - 1 9/2. 10 × 9 90, 90/2 45. ഓക്കെ. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യത്തെ 10 അഖണ്ഡസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 45 ആയിരിക്കും. n × n-1/2. n × n-1/2. n × n-1/2. ഇനി ഹസ്തദാന ചോദ്യങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഹസ്തദാന ചോദ്യങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഹസ്തദാന ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന തിയറി അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അഖണ്ഡസംഖ്യകളാണ്. അഖണ്ഡസംഖ്യകളുടെ തുകയാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇത്രയും എന്താണ് അഖണ്ഡസംഖ്യകളെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി 2022 ഫയർമാൻ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്താണ്? ആദ്യത്തെ 15 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? ആദ്യത്തെ 15 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം നമുക്കറിയാം. ആദ്യത്തെ 15 അഖണ്ഡസംഖ്യ, ഇനി എത്ര അഖണ്ഡസംഖ്യകൾ എടുത്ത് ഗുണിച്ചാലും എത്ര തന്നെയാണ് ഉത്തരം വരുന്നത്? 0 തന്നെയാണ് ഉത്തരം വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 0 × 1 × 2 × 3 × ഇങ്ങനെ പോയി ഗുണിച്ച് 15 വരെ നമ്മൾ ഗുണിക്കാനിരിക്കും അല്ലേ? ആവശ്യമില്ല. 0 കൊണ്ട് ഗുണിക്കുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഉത്തരം? 0 ആയിരിക്കും ഉത്തരം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ടെലിഫോണിലെ അക്കങ്ങളുടെ ഗുണനഫലം എത്ര ആയിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? ടെലിഫോണിലെ അക്കങ്ങളുടെ ഗുണനഫലം എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ടെലിഫോണിൽ എത്രയൊക്കെയാണുള്ളത്? 1, 2, 3, 4 അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം 9 വരെ, അത് കഴിഞ്ഞ് എന്താണ്? 0 ആണ് വരുന്നത്. അപ്പൊ എല്ലാവരെയും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. അപ്പം നമ്മളെ അതായത് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് തരത്തിലുള്ള പണികൾ എന്താണ് PSCയുടെ കയ്യിലുണ്ടല്ലേ? അപ്പം ടെലിഫോണിലെ അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ ലാപ്ടോപ്പിലെ അല്ലെ, നമ്മുടെ മൊബൈൽ ഫോണിലെ എല്ലാം എന്താണ് 1 മുതൽ 9 വരെ, അതിനുശേഷം 0 കൂടെ ലാസ്റ്റിൽ വരും അല്ലെ? അപ്പം ഇവയുടെ എല്ലാം ഗുണനഫലം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 0 ആയിരിക്കും.
ഓക്കെ, അപ്പം അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഖണ്ഡസംഖ്യകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായി ഒറ്റസംഖ്യകൾ. ഓക്കെ, അടുത്തതായി ഒറ്റസംഖ്യകളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒറ്റസംഖ്യകൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒറ്റസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7, 9 എന്നിങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് ഒറ്റസംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഒറ്റസംഖ്യകളുടെ തുക നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. നമുക്ക് ഒറ്റസംഖ്യകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം അല്ലേ? ഒറ്റസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9, then 11, 13, 15, 19 ഇങ്ങനെ പോകുന്ന സംഖ്യകളെ നമുക്ക് എന്ത് പറയാം? ഒറ്റസംഖ്യകൾ എന്ന് പറയാം. ഒറ്റസംഖ്യകൾ അതിനു മുന്നേ ആയിട്ട് ചോദിക്കട്ടെ, ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ ഏതാണ്? ചോദ്യം ഇതാണ്. ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ. ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ സമം 1. ശരിയല്ലേ? ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ സമം എത്രയാണ്? 1 ആണ്. ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ എത്രയാണ്? 1 ആണ് വരുന്നത്. ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഇതാ നോക്കിയേ, ഒറ്റസംഖ്യകളുടെ തുക. 2 ഒറ്റസംഖ്യ നിങ്ങൾ എടുക്കുക. ഓക്കെ, എല്ലാ ഒറ്റസംഖ്യയും നമുക്കിപ്പം കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. 2 ഒറ്റസംഖ്യകളുടെ തുക എപ്പോഴും എത്ര ആയിരിക്കും? ഒന്ന് നോക്കിയേ, ഒരു ഇരട്ടസംഖ്യ ആയിരിക്കും അല്ലേ? 2 ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇരട്ടസംഖ്യ ആയിരിക്കും. 2 ഒറ്റസംഖ്യകളുടെ പൊതുവ്യത്യാസം. 2 ഒറ്റസംഖ്യകൾ നിങ്ങൾ എടുത്തു നോക്കിയേ. 2 ഒറ്റസംഖ്യകൾ നിങ്ങൾ എടുത്തു നോക്കിയേ. 7ഉം 3ഉം നിങ്ങൾ എടുത്തു നോക്കിയേ. എന്താണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത്? പൊതുവ്യത്യാസം അവിടെ നിൽക്കട്ടെ, വ്യത്യാസം എന്ന് പറയുന്നത് 2 ഒറ്റസംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എന്തുമായിരിക്കും? 7ഉം 3ഉം. എത്രയാണ് വ്യത്യാസം എന്ന് പറയുന്നത്? 4. 7ഉം 9ഉം 2, then 5ഉം 9ഉം വീണ്ടും 4 അല്ലെ? 1ഉം 7ഉം 6. എല്ലാം എന്തായിരിക്കും? ഇരട്ട സംഖ്യകളായിരിക്കും. അപ്പം ഒറ്റസംഖ്യകളുടെ 2 ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഒരു ഇരട്ടസംഖ്യ ആയിരിക്കും. 2 ഒറ്റസംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഇരട്ടസംഖ്യ ആയിരിക്കും. ഇനി പൊതുവ്യത്യാസം നോക്കിക്കേ. കോൺസിക്യൂട്ടീവ് അല്ലെങ്കിൽ എന്താണ്? അടുത്തടുത്തുള്ള ഒറ്റസംഖ്യകളെ നമ്മൾ എടുത്ത് നമ്മൾ അതിന്റെ പൊതുവ്യത്യാസം കണ്ടുപിടിച്ച എപ്പോഴും എത്ര ആയിരിക്കും? ഉത്തരം എന്ന് പറയുന്നത് 2 ആയിരിക്കും. നോക്കിക്കേ, 3 - 1 2, 7 - 5 2, 9 - 7 2 അല്ലെ? അപ്പം ഏതൊക്കെ ഒറ്റസംഖ്യകൾ എടുത്തിട്ട് അവരുടെ പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചാലും എത്ര ആയിരിക്കും പൊതുവ്യത്യാസമായി വരുന്നത്? 2 ആയിരിക്കും. ഇനി ഒറ്റസംഖ്യകൾ എങ്ങനെ? 2 ഒറ്റസംഖ്യകൾ എടുത്ത് അവരുടെ വ്യത്യാസം കണ്ടുപിടിച്ചാൽ അത് ഇരട്ടസംഖ്യ ആയിരിക്കും. തുക കണ്ടുപിടിച്ചാലും അത് ഇരട്ടസംഖ്യ ആയിരിക്കും. പക്ഷേ പൊതുവ്യത്യാസം അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്ത് അവയുടെ പൊതുവ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? 2 ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ആദ്യത്തെ ഒറ്റസംഖ്യകളുടെ ഗുണനഫലം എടുത്തു നോക്കിയേ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 3 × 5 സമം 15. then 1 × 3 സമം 3. 5 × 7 സമം 35. സോ ഗുണനഫലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഒറ്റസംഖ്യ ആയിരിക്കും. ഇനി ഹരണം നമുക്ക് പറയാൻ പറ്റുമോ? ഹരണം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇപ്പം വലുത് ചെറുത് അവിടെ 2 കോണ്ടെക്സ്റ്റ് വരുന്നുണ്ട് അല്ലേ? ഹരണം ആകുമ്പോൾ നമ്മൾ വലുതും ചെറുതും നോക്കണം. ഹരിച്ചൊക്കെ കഴിഞ്ഞാൽ ചെറുതിനെ വലുതുകൊണ്ട് ഹരിച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ദശാംശ സംഖ്യകൾ മാത്രമേ കിട്ടൂ അല്ലേ? ദശാംശ സംഖ്യകൾ മാത്രമേ കിട്ടൂ. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് പറയാം, വലിയ ഒരു ഒറ്റസംഖ്യയെ ചെറിയ ഒരു ഒറ്റസംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒറ്റസംഖ്യ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ജനറലൈസ് ചെയ്ത് അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. അതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം വലിയ ഒറ്റസംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ ഒറ്റസംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു ഒറ്റസംഖ്യ ആയിരിക്കും. ഇനി ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക സമം n². ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക സമം n². അപ്പം എണ്ണൽ സംഖ്യകളാണെങ്കിൽ അത് n × n+1/2. then അഖണ്ഡസംഖ്യകളാണെങ്കിൽ അത് n × n−1/2. ഇവിടെ ഒറ്റസംഖ്യകളാവുമ്പോൾ അത് n². അതായത് ചോദ്യം ഇങ്ങനെ, ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക. ആദ്യത്തെ 10 ഒറ്റസംഖ്യകൾ ആരൊക്കെയായിരിക്കും? 1, 3, 5, 7,
9, 11, 13, 15, 17, 19 അല്ലേ? 10 ആയില്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക. അപ്പം ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ആ n റെപ്രസെന്റ്സ് എന്താണ്? എത്ര എണ്ണമുണ്ട്? ഇവിടെ 10 എണ്ണമാണുള്ളത്. അപ്പം തുക എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ, അതായത് 100. ഓക്കെ, 100 ആയിരിക്കും ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. n സ്ക്വയർ, 10ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 10 × 10. 10 × 10 എത്രയാണ്? 100. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഇരട്ടസംഖ്യകൾ അല്ലെങ്കിൽ എന്താണ്? ഇരട്ടസംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ്. അപ്പം അറിയാം, നമ്മൾ എന്താണ്, എല്ലാ എണ്ണൽ സംഖ്യകളെയും കൂടെ എടുത്തൊരു കൊട്ടയിൽ നമ്മൾ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഒറ്റ സംഖ്യകളെ അതിൽ നിന്നെല്ലാം മാറ്റി വെക്കുന്നു. ബാക്കി അവശേഷിക്കുന്നത് എന്തോ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇരട്ടസംഖ്യകൾ എന്ന് പറയാം. അപ്പം ഇരട്ടസംഖ്യകൾ ആരൊക്കെയാണ്? 2, 4, 6, 8, 10, 12, 14 അങ്ങനെ പോകുന്നവയെ നമുക്ക് എന്തെന്ന് പറയാം? ഇരട്ടസംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി ആദ്യത്തെ ഇരട്ടസംഖ്യകളുടെ നമ്മൾ 2 ഇരട്ടസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ആ ഇരട്ടസംഖ്യകളുടെ തുക എത്ര ആയിരിക്കും? ഇരട്ടസംഖ്യ തന്നെ ആയിരിക്കും. 2 എണ്ണം അല്ല, എത്ര എണ്ണം എടുത്താലും ഇരട്ടസംഖ്യകളുടെ തുക എത്ര തന്നെ ആയിരിക്കും? ഇരട്ടസംഖ്യ തന്നെ ആയിരിക്കും. ഓക്കെ, ഇരട്ടസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2ന്റെ മൾട്ടിപ്പിൾസ്, 2ന്റെ ഗുണിതങ്ങളെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ഇരട്ടസംഖ്യകൾ എന്ന് പറയുന്നത്. 2ന്റെ ടേബിൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ഇരട്ടസംഖ്യകൾ കിട്ടും. ഇനി ഇരട്ടസംഖ്യകളുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഇരട്ടസംഖ്യകളുടെ വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചാൽ അതും എന്തായിരിക്കും? ഒരു ഇരട്ടസംഖ്യ തന്നെ ആയിരിക്കും. പൊതുവ്യത്യാസം അവിടെയും കോൺസിക്യൂട്ടീവ് അല്ലെങ്കിൽ അടുത്തടുത്തുള്ള ഇരട്ടസംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അടുത്തടുത്തുള്ള ഇരട്ടസംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി ഇരട്ടസംഖ്യകളുടെ ഗുണനഫലം എടുത്തു നോക്കിയേ. അടുത്തടുത്തുള്ളയോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്താണ്? 2 × 4 എത്രയാണ്? 8. then 6 × 8 എത്രയാണ്? 48. ഇനി വേറെ എന്ത് ചെയ്യാം? ഓക്കെ, 4 × 8 4 × 8 32. അപ്പൊ എവിടെ നോക്കിയാലും അതെല്ലാം എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പം ഗുണനഫലം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇരട്ടസംഖ്യ ആയിരിക്കും. ഇനി സെയിം പോലെ തന്നെ ഒറ്റസംഖ്യ പോലെ തന്നെ നമ്മൾ ഹരണഫലം എടുത്തു കഴിഞ്ഞാൽ ഹരിച്ചു കഴിഞ്ഞാൽ വലുതിനെ ചെറുത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടസംഖ്യ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ചെറുതിനെ നമ്മൾക്ക് നമ്മുടെ കേസ് ഡെസിമൽ വരും അല്ലെങ്കിൽ ദശാംശ സംഖ്യ വരും. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റത്തില്ല? അവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കോമൺ ആയിട്ട് പറയാനും പറ്റത്തില്ല. ഇനി ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക. ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1. ആദ്യത്തെ 10 ഇരട്ടസംഖ്യകളുടെ തുക നമുക്ക് എഴുതാം. 2, 4, 6, 8, 10, 12, 14, 16, 18, 20 അല്ലേ? ആദ്യത്തെ 10 എണ്ണം ആയല്ലോ. ഓക്കെ, ആദ്യത്തെ 10 ഇരട്ടസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 10 × 10 + 1 11, അതായത് 110. എണ്ണൽ സംഖ്യകൾക്ക് അത് n × n+1/2 ആയിരുന്നെങ്കിൽ ഇവിടെ എത്രയാണത്? n × n+1 മാത്രമേ ഉള്ളൂ. 110 ആണ് ആദ്യത്തെ 10 ഇരട്ടസംഖ്യകളുടെ തുകയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ പഠിച്ചത് സംഖ്യകൾ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരുപാട് തരത്തിലുള്ള സംഖ്യകളുണ്ട്. നമ്മൾ ഇന്ന് 4 സംഖ്യകളെ പറ്റിയാണ് പഠിച്ചത്. എണ്ണൽ സംഖ്യകൾ, എൻ്റെ കൂടെ പറഞ്ഞ എണ്ണൽ സംഖ്യകൾ, പിന്നെന്താണ് അഖണ്ഡസംഖ്യകൾ, ഒറ്റസംഖ്യകൾ, ഇരട്ടസംഖ്യകൾ, അങ്ങനെ 4 സംഖ്യാശ്രേണികളെ പറ്റിയാണ് അല്ലെങ്കിൽ സംഖ്യാശ്രേണികളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. എണ്ണൽ സംഖ്യകൾ, അഖണ്ഡസംഖ്യകൾ, ഒറ്റസംഖ്യകൾ, then ഇരട്ടസംഖ്യകൾ. എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4, പിന്നെ അഖണ്ഡസംഖ്യകൾ 0, 1, 2, 3, 4, ഒറ്റസംഖ്യകൾ 1, 3, 5, 7, 9, then അങ്ങനെ പോകുന്നു.
ഇരട്ടസംഖ്യകൾ 2, 4, 6, 8, 10 അങ്ങനെ പോകുന്നു. ഇനി എണ്ണൽ സംഖ്യകളുടെ തുക എൻ്റെ കൂടെ പറഞ്ഞ് നമുക്ക് ഒരു റിവിഷൻ പോലെ നടത്താം. എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1/2 ആണ്. അഖണ്ഡസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n-1/2 ആണ്. ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n² ആണ്. ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഇന്ന് നമ്മുടെ ക്ലാസ് നമ്മൾ ഇത്രയും ടോപ്പിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. നാളെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിലും കൂടുതൽ നമ്പേഴ്സിനെ അല്ലെങ്കിൽ സംഖ്യകളെ നമുക്ക് പരിചയപ്പെടാം. അപ്പം ഈ നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വൃത്തിയായി ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നാളെ കാണാം.